ചില ദിവസങ്ങൾക്ക് മുൻപ് ആ കാടിന്റെ കാലാവസ്ഥ വളരെ നന്നായിരുന്നു. എല്ലാ മൃഗങ്ങളും ഉച്ചസമയത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ പെട്ടെന്ന് അവിടെ തറയൊക്കെ കുലുങ്ങാൻ തുടങ്ങി. അപ്പോ എല്ലാവരും കണ്ടു മോട്ടു എന്ന ഗാണ്ടാമൃഗം വേഗത്തിൽ ഓടിവരുന്നത്. അത് വേണം വെച്ച് എല്ലാവരെയും എന്തോ ചെയ്യുന്നതിനു വേണ്ടി ചിരിച്ചുകൊണ്ടേ വേഗത്തിൽ ഓടിവന്നു. എല്ലാവരും അത് കണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി. പക്ഷെ ആട് മാത്രം അവിടെ പേടിച്ചു നിന്നുകൊണ്ടിരുന്നു. ഗാണ്ടാമൃഗം വേഗവേഗം ഓടിവന്ന് വഴിയിൽ തടഞ്ഞു നിന്ന ആ ആടിനെ വേഗത്തിൽ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് മോട്ടു ഗാണ്ടാമൃഗം ഒരു മരത്തിൽ ഇടിച്ചു. ആ മരവും തെറിച്ചുപോയി ദൂരെ വീണു. അത് കണ്ട് മോട്ടു ഗാണ്ടാമൃഗം ഒരുപാട് ചിരിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ച് ആ ആടിനടുത്ത് വന്നു. എല്ലാവരും അതിനെ നോക്കി. അയ്യോ ആടേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അത് കേട്ടതും ആട് എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു, പരിക്കൊന്നും പറ്റിയില്ല, എന്നാൽ നന്നായി വേദനിക്കുന്നു. മോട്ടു, നീ എന്താ നോക്കി ഓടില്ലേ? ഇവനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാ. ഏതെങ്കിലും ഒരു പാവത്തിനെ കിട്ടിയാൽ അവനെ ഇടിച്ചിടുന്നത്. അതുമല്ലാതെ നീ ദിവസവും ഓരോ മരങ്ങളായി പിഴുതെറിയുന്നു. ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ. ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ, മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ. നിനക്കെന്താ, എനിക്ക് 2 കൊമ്പുള്ള കാര്യം അറിയില്ലേ? അതും നിന്റെ കൊമ്പിനേക്കാളും വലുതാ. എന്നാൽ എനിക്ക് ആരെങ്കിലും ഇടിച്ചു തള്ളാനോ ഈ കാട്ടിലുള്ള മരങ്ങളെല്ലാം പിഴുത് ഈ കാട് നശിപ്പിക്കാൻ തോന്നുന്നേയില്ലല്ലോ. നിനക്ക് മാത്രം എങ്ങനെ തോന്നുന്നു? അത് നിന്റെ ടെൻഷനാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ കാണ്ടാമൃഗം അവിടുന്ന് പോയി. എല്ലാ മൃഗങ്ങളും വളരെ ദേഷ്യത്തിൽ അതിനെ തുറിച്ചു നോക്കി. ഈ തടിയൻ കാണ്ടാമൃഗം നമ്മളെ ദിവസവും ദ്രോഹിക്കുന്നു. ഏതെങ്കിലും മരം പിഴുതെറിഞ്ഞ് കാടും നശിപ്പിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്നാണൊരു വിമോചനം? മാൻ അവിടെയുള്ള എല്ലാ മൃഗങ്ങളെക്കാൾ വളരെ ബുദ്ധിശാലി. അത് ആലോചിക്കാൻ തുടങ്ങി ആ ഗാണ്ടാമൃഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന്. ഒരു ദിവസം മാൻ ആ ആട് ഒരു ആനയ്ക്കൊപ്പം കാട്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പ അവരുടെ കണ്ണ് ഒരു ഗുഹയിലേക്ക് പോയി. ഇവിടെ നോക്കൂ, ഈ ഗുഹ എത്ര വലുതാണെന്ന്. ഇതിന്റെ ഉള്ളിൽ എത്ര ഇരുട്ടാ. വരൂ, അകത്തു പോയി നോക്കാം. അങ്ങനെ പറഞ്ഞെല്ലാവരും ഗുഹയ്ക്കടുത്തേക്ക് പോയി. ഗുഹയുടെ മുന്നിൽ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അത് വളരെ ആഴത്തിലായിരുന്നു. അതുമാത്രമല്ലാതെ അതിൽ ഇരുട്ടുമായിരുന്നു. അപ്പൊ മാൻ കണ്ടു അതിനടുത്തൊരു വലിയ പാറയും ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ മുറ്റത്തിനേക്കാൾ വലിയ പാറയായിരുന്നു അത്. ആനേ, മുൻപിൽ ഒരു വലിയ കല്ലുണ്ട്. നിനക്ക് ഇത് നീക്കാൻ പറ്റുമോ? ഇത് കുറച്ചു വലുതാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പറഞ്ഞാന ആ പാറയ്ക്കടുത്തേക്ക് പോയി. മെല്ലെ മെല്ലെ അതിനെ തള്ളാൻ തുടങ്ങി. അപ്പൊ ആ പാറ ആ ഗുഹയുടെ മുന്നിലേക്ക് വന്നുടനെ മാൻ പറഞ്ഞു, മതി മതി, അവിടെ വെച്ചാൽ മതി. അതിന്റെ ശബ്ദം കേട്ടതും ആന അത് നിർത്തി. നിങ്ങൾ കണ്ടോളൂ, ആ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ പോകുന്നു. നീ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അപ്പോ മാൻ അതിന്റെ ഐഡിയ എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. വൈകുന്നേരം എല്ലാവരും അതേ സ്ഥലത്ത് സന്തോഷത്തോടെ കളിച്ചു. അപ്പോ വീണ്ടും തറയൊക്കെ പതറാൻ തുടങ്ങി. അപ്പോ അവർക്ക് മനസ്സിലായി മോട്ടു ഗാണ്ടാമൃഗം വരുന്നുണ്ടെന്ന്. എല്ലാവരും ഒരു ഭാഗത്ത് നിന്നു. അപ്പോ ആ ഗാണ്ടാമൃഗം വേറൊരു മരം പറിച്ചിട്ടു. അത് കഴിഞ്ഞ് അത് നോക്കി ചിരിച്ചു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം അതിനൊപ്പം ചിരിച്ചു. അത് ഷോക്കായി. ഓ, എന്തു പറ്റി? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ തടിയാ? കാട്ടിൽ പുതിയ കാണ്ടാമൃഗം വന്നിരിക്കുന്നു. അതിന് നിന്റെ കൂടെ അടിയുണ്ടാക്കണമത്രേ. ഇനി മുതൽ നിന്റെ ശല്യം ഞങ്ങൾക്ക് കാണുകയേയില്ല. എന്റെ സ്ഥലമെന്താ അവൻ കൈയടക്കുമോ?
ആ, ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. അവൻ നിന്നേക്കാളും ബലശാലിയാണ്. അതുമാത്രമല്ല, അവൻ നിന്നെ പേടിപ്പിച്ച് തന്നെ ഓടിക്കുമത്രേ. അത് കേട്ടത് മോട്ടു കാണ്ടാമൃഗത്തിന് ദേഷ്യം വന്നു. അപ്പൊ അത് പറഞ്ഞു, അതെയോ, ശരി, അവന് വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. ഇന്ന് ഞാൻ അവനെ കൊല്ലാതെ വിടില്ല. അത് കേട്ട എല്ലാ മൃഗങ്ങളും ഭയങ്കരമായി ചിരിച്ചു. അപ്പോ മാൻ പറഞ്ഞു, ആ, ഞങ്ങൾക്കതിന്റെ ഗുഹയറിയാം. നിനക്ക് ധൈര്യമാണെങ്കിൽ പറ, നീ അവന്റെ കൂടെ അടിയുണ്ടാക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. നിങ്ങളുടെ ആ കാണ്ടാമൃഗം എവിടെയാണെന്ന് പറയൂ. അതെന്താ, എന്നെ പേടിപ്പിച്ച് ഓടിക്കുമോ? ആ, അത് കേട്ടതും എല്ലാ മൃഗങ്ങളും പരസ്പരം നോക്കി സന്തോഷപ്പെട്ടു. അവരുടെ ഐഡിയ നന്നായി നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് എല്ലാവരും ആ കാണ്ടാമൃഗത്തെ കൊണ്ട് ആ ഗുഹ നോക്കി നടന്നു. എന്താ, നീ അവനെ വിളിക്കാൻ എന്താ പേടിക്കുന്നുണ്ടോ? അത് കേട്ടതും മോട്ടുവിന് ദേഷ്യം വന്നു. ആ മുറ്റത്ത് നിന്ന് അത് ബഹളം വെച്ചു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. അതങ്ങനെ പറഞ്ഞ ഉടനെ അതിന്റെ ശബ്ദം ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് എതിർ ശബ്ദമായി കേട്ടു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. നീ കേട്ടോ, നിന്നേക്കാൾ എത്ര ശബ്ദത്തിലാ അവൻ വിളിക്കുന്നതെന്ന്. അകത്ത് പോകാൻ നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ആ, ഇപ്പോൾ തന്നെ അകത്ത് കയറി അവനെ തീർത്തിട്ട് വരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരെ കണ്ട് ആരാണ് പേടിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് മോട്ടു കാണ്ടാമൃഗം ആ ഗുഹയ്ക്കുള്ളിൽ വേഗത്തിൽ പോയി. അപ്പം ആ ആനയോട് പറഞ്ഞു, ആനച്ചേട്ടാ, വേഗം പോയി ആ കല്ലെടുത്ത് ഈ ഗുഹ അടയ്ക്കൂ. മാൻ പറഞ്ഞത് കേട്ട് ആന വേഗം ചെന്ന് ആ പാറയെ മെല്ലെ മെല്ലെ തള്ളാൻ തുടങ്ങി. മോട്ടു ദേഷ്യത്തിൽ ഗുഹയ്ക്കുള്ളിൽ പാതി ദൂരം വരെ പോയിരുന്നു. പാവം, പോകുന്തോറും ഇരുട്ട് മാത്രമായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ. എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? അപ്പോ വീണ്ടും അതിന്റെ ശബ്ദം അതിനെതിരായി കേട്ടപ്പോൾ അതിനെല്ലാം മനസ്സിലായി. എല്ലാവരും ചേർന്ന് അതിനെ പറ്റിച്ചു എന്ന്. അതിന് ഒരുപാട് ദേഷ്യം വന്നു. അത് വേഗം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും ആന ആ പാറ തള്ളി അതിന്റെ മുറ്റത്തിൽ കൊണ്ടുപോയി. മോട്ടു വളരെ വേഗത്തിൽ ആ മുറ്റത്തേക്ക് വന്നു. പക്ഷെ അത് വരുമ്പോഴേക്കും ആ ഗുഹയുടെ വായ മൊത്തമായി മൂടിയിരുന്നു. പക്ഷെ അത് ദേഷ്യത്തിൽ അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ പാറയെ ഇടിച്ചു. പക്ഷെ ആ പാറ അനങ്ങിയതേയില്ല. ഇത് മാറ്റണം, തള്ളി മാറ്റണം. നിന്നെ കൊണ്ട് പറ്റും, തള്ളു. നിങ്ങൾ എല്ലാവരും എന്നെ കബളിപ്പിച്ച് വലിയ തെറ്റ് ചെയ്തു. എടാ, നീ ആദ്യം ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കേ. അങ്ങനെ പറഞ്ഞ് എല്ലാ മൃഗങ്ങളും ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെ നല്ല കാര്യമാ. ഇന്ന് നീ കാരണം ഈ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്നും വിമോചനം കിട്ടി. അതെ അതെ, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു. മാൻ ചിരിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ഈ ബുദ്ധിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ലായിരുന്നു. ശരി, വരൂ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നമ്മളിനി ഇവിടെ നിന്ന് വേറെ എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് പുറപ്പെട്ടു. അകത്ത് പെട്ടുപോയ മോട്ടുവിന് മൊത്തം ഇരുട്ടായതുകൊണ്ട് ഒന്നും അതിന്റെ കണ്ണിന് കണ്ടില്ല. അത് അവിടെയും ഇവിടെയും നടക്കുമ്പോൾ ഇടിച്ചിടിച്ച് അതിന്റെ കൊമ്പിൽ പരുക്കുകളും ആയിരുന്നു. അന്നു മുതൽ ആ ഗുഹയിൽ നിന്ന് അതിന് പുറത്ത് വരാനേ കഴിഞ്ഞില്ല. എല്ലാ മൃഗങ്ങളും വളരെ നിശബ്ദമായ കാട്ടിൽ ജീവിച്ചു തുടങ്ങി. ഒരു കാട്ടിൽ ചോട്ടു ലംബോ എന്ന 2 മാനുകൾ ഉണ്ടായിരുന്നു. ചോട്ടുവിന് കള്ളം പറഞ്ഞ് മറ്റു മൃഗങ്ങളെ കളിപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം എല്ലാ മൃഗങ്ങളും കാട്ടിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ചോട്ടു അലമുറയിട്ട് ഓടി വന്നു. ഓടിക്കോളൂ, ഓടിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. അവൻ പറയുന്നത് കേട്ട് എല്ലാ മൃഗങ്ങളും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർ അവന്റെ അടുത്തേക്ക് പോയി. ചോട്ടു ലംബോയുടെ മുൻപിൽ വന്ന് നിന്നു. ആനയും കുരങ്ങും മറ്റെല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്തു പറ്റി ചോട്ടു? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പോൾ അത് പറയാനുള്ള സമയമല്ല.
ഞാനൊരു വേട്ടക്കാരൻ കയ്യിൽ തോക്കുമായി വരുന്നത് കണ്ടു. നിങ്ങൾക്കെല്ലാവർക്കും ജീവൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകൂ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പരിഭ്രാന്തരായി. എല്ലാവരും കാടിനകത്തേക്ക് ഓടാനും തുടങ്ങി. കുറേ ദൂരം ഓടിയതിനു ശേഷം എല്ലാ മൃഗങ്ങളും ക്ഷീണിച്ചു നിന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന ചോട്ടു ഉറക്കെ ഉറക്കെ ചിരിക്കാനും തുടങ്ങി. എന്തു പറ്റി ചോട്ടു? നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും വേട്ടക്കാരന്റെ പേര് കേട്ടതും എന്ത് ഓട്ടമായിരുന്നു. എനിക്കത് കണ്ടതും ചിരി വന്നതാ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും തമ്മിൽ തമ്മിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ ലംബോ പറഞ്ഞു, ഇതിലിത്ര ചിരിക്കാനെന്തിരിക്കുന്നു? വേട്ടക്കാരൻ എന്ന് കേട്ടാൽ എല്ലാ മൃഗങ്ങളും പേടിക്കും. അയാൾ ചിന്തിച്ചാൽ നമ്മളെ ആരെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും. എന്താ, നീ അയാളെ കണ്ട് പേടിച്ചോടിയതല്ലേ? ഞാൻ പേടിച്ചു ഓടും വേട്ടക്കാരൻ യഥാർത്ഥത്തിൽ വന്നാൽ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങൾക്കും ദേഷ്യം വന്നു. അപ്പോൾ ലംബോ പറഞ്ഞു, നീ എന്തായി പറയുന്നത്? നീയല്ലേ പറഞ്ഞത് വേട്ടക്കാരൻ വരുന്നെന്ന്? എല്ലാവരും ജീവനും കൊണ്ട് ഓടാൻ. ഞാനത് ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. ഞാനിത് പറഞ്ഞിട്ട് നോക്കുമായിരുന്നു നിങ്ങൾ എല്ലാവരും എങ്ങനെയാ പേടിച്ചോടുന്നതെന്ന്. ഇങ്ങനെ പറഞ്ഞ് ചോട്ടു ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങൾക്ക് അവന്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടതേയില്ല. കുറച്ചുനാൾ കഴിഞ്ഞൊരു രാത്രിയിൽ എല്ലാ മൃഗങ്ങളും തങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചോട്ടു അലമുറയിട്ടുകൊണ്ട് വന്നു. ഓടിക്കോളൂ, 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 വേട്ടക്കാരൻ കയ്യിൽ തോക്കുമായി നമ്മുടെ നേരെ വരുന്നു. അവൻ പറയുന്നത് കേട്ടതും എല്ലാ മൃഗങ്ങളും അവൻ ഇത്തവണ സത്യം പറയുന്നെന്ന് കരുതി. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും കൂട്ടത്തോടെ അവരുടെ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കുറേ ദൂരം ഓടിയപ്പോൾ അവർ ക്ഷീണിച്ച് ഒരിടത്ത് നിന്നു. അവർ ദീർഘശ്വാസം വിട്ടു. മാൻ നിന്ന് ചിരിക്കുന്നത് കണ്ട് എല്ലാവരും അന്തിച്ചു നിന്നു. അപ്പോൾ ആന പറഞ്ഞു, എന്തു പറ്റി നിനക്ക്? ഇത്തവണ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ ഇത്തവണയും വെറുതെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇത്തവണയും ഒരു വേട്ടക്കാരനും വന്നില്ല. ഞാൻ ഇത്തവണയും നിങ്ങളെ എല്ലാവരെയും മണ്ടന്മാരാക്കി. നിന്റെ ഈ കള്ളം പറയുന്ന ഈ ശീലം കൊണ്ട് ഒരു ദിവസം നിന്നെ ആരും വിശ്വസിക്കില്ല. ലംബോ ഇങ്ങനെ പറഞ്ഞതും ബാക്കി എല്ലാ മൃഗങ്ങളും അവരവരുടെ വഴിക്ക് പോയി. അടുത്ത ദിവസം ചോട്ടു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ കണ്ടു അവിടെ ഒരു വേട്ടക്കാരൻ തോളിലൊരു വലയുമായി നടന്നു വരുന്നത്. ചോട്ടു വളരെ വേഗത്തിൽ ഓടി കാട്ടിലുള്ള മൃഗങ്ങളുടെ അടുത്തേക്ക് വന്നു. ഓടിക്കോളൂ, ഓടിക്കോളൂ, കാട്ടിനുള്ളിൽ വേട്ടക്കാരൻ വരുന്നു. നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ ഓടിക്കോളൂ. ഇത് കേട്ട് ആർക്കും അവന്റെ വാക്കുകൾ വിശ്വാസം വന്നില്ല. ആന പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് തവണ മണ്ടന്മാരാക്കിയിട്ടുണ്ട്. ഇത്തവണ നിന്റെ വേലയൊന്നും നടക്കില്ല. എന്നാൽ ഇത്തവണ ഞാൻ കള്ളം പറയുന്നതല്ല. അയാളുടെ കയ്യിൽ വലയുണ്ട്. ഇത് കേട്ട് എല്ലാവരും അവൻ കള്ളം പറയുകയാണെന്ന് കരുതി അവിടെ നിന്നും പോയി. ലംബോ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, വാ, കുറച്ചു നേരം നടക്കാം. നിനക്കിന്ന് നല്ല വിഷമം കാണും. നീ പറയുന്നത് കേട്ട് ആരും അവിടെയും എവിടെയും ഓടിയില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് ലംബോ ചിരിച്ചു. അത് കഴിഞ്ഞ് അവർ കാട്ടിനുള്ളിൽ നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിലാവിന്റെ വെളിച്ചമില്ലാത്തതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. അവിടെ വേട്ടക്കാരൻ തന്റെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ ലംബോയുടെ കാലതിലകപ്പെട്ടു. അപ്പോൾ അവൻ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. ലംബോ അകപ്പെട്ടത് ചോട്ടു കണ്ടു. അവൻ ലംബോയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ലംബോ ആ വലയിൽ നന്നായി അകപ്പെട്ടിരുന്നു. അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചോട്ടു, ഈ വലയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നിന്റെ കയ്യിൽ സമയമില്ല. വേഗം പോയി ഏതെങ്കിലും മൃഗങ്ങളെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ വേട്ടക്കാരൻ വന്ന് നിന്നെയും എന്റെ കൂടെ കൊണ്ടുപോകും. ഇത് കേട്ട് ചോട്ടു പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട ലംബോ, ഞാൻ വേഗം ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് ചോട്ടു അവിടെ നിന്നും പോയി. എന്നിട്ട് സഹായം ചോദിക്കാനായി അവിടെയും ഇവിടെയും ഓടി.
കുറച്ചു ദൂരം പോയപ്പോൾ അവൻ ആനയെ കണ്ടു. നോക്കൂ ആനെ, എന്റെ കൂട്ടുകാരൻ ലംബോ വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. വേഗം എന്റെ കൂടെ വന്ന് അവനെ വലയിൽ നിന്നും രക്ഷിക്കൂ. നീ ഒന്ന് നിർത്തി ചോട്ടു. നീ ഒരുപാട് തവണ ഇതുപോലെ എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇത്തവണ കള്ളമല്ല പറയുന്നത്. എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് നിന്നെ വിശ്വാസമേ ഇല്ല. ഞാനിത്തവണ മണ്ടനാകാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ആന അവിടെ നിന്നും പോയി. ചോട്ടു വീണ്ടും മുൻപോട്ട് ഓടാൻ തുടങ്ങി. അവനൊരു മരത്തിൽ കുരങ്ങൻ ഇരിക്കുന്നത് കണ്ടു. കുരങ്ങൻ ചേട്ടാ, വേഗം എന്റെ കൂടെ വരൂ. ലംബോ വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. നമ്മൾ അവനെ പുറത്തെടുത്തില്ലെങ്കിൽ വേട്ടക്കാരൻ അവനെയും കൊണ്ട് പോകും. ആ ചോട്ടു, നീ കഴിഞ്ഞ 2 തവണ ഞങ്ങളെ കള്ളം പറഞ്ഞ് മണ്ടന്മാരാക്കി. ഇത്തവണ നിന്റെ വേലയൊന്നും നടക്കില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കൂ. കുരങ്ങനും അവന്റെ വാക്കുകൾ കേട്ടില്ല. അവൻ മരങ്ങളിൽ ചാടിച്ചാടി അവിടെ നിന്നും പോയി. അപ്പോൾ ചോട്ടുവിന് അവൻ ചെയ്ത തെറ്റുകൾ മനസ്സിലായി. അവൻ തന്റെ തല താഴ്ത്തി തനിയെ ലംബോയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അവൻ വളരെ നിരാശയിലായിരുന്നു. അവൻ അവിടെ എത്തിയതും അവനെ ഒറ്റയ്ക്ക് കണ്ട് ലംബോ പേടിക്കാൻ തുടങ്ങി. എന്തായി ചോട്ടു, നീ എന്താ ആരെയും വിളിച്ചില്ലേ? ഞാൻ എല്ലാവരോടും സഹായം ചോദിച്ചു. എല്ലാവരും കരുതുന്നത് ഞാൻ കള്ളം പറയുകയാണെന്ന്. ഞാൻ കള്ളം പറഞ്ഞ് എല്ലാവരെയും കളിപ്പിക്കാതിരുന്നിരുന്നെങ്കിൽ അവരെന്നെ ഇന്ന് വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചോട്ടുവിന്റെ നോട്ടം മരം ചാടി നടക്കുന്ന കുരങ്ങന്റെ മേലെ പോയി. അവനപ്പോൾ ലംബയോട് പറഞ്ഞു, അവിടെ നോക്ക് കുരങ്ങൻ, നീ അവനോട് സഹായം ചോദിക്ക്. അവൻ പോകാൻ പോകുന്നു. ഇത് കേട്ട് ലംബോ വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അത് കേട്ട് കുരങ്ങൻ ലംബോയെ കണ്ടു. അവൻ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി വന്നു. കുരങ്ങൻ കണ്ടു ലംബോ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത്, ചോട്ടുവും അവന്റെ അടുത്ത് നിൽക്കുന്നത്. അയ്യോ, ഞാൻ ചിന്തിച്ചത് ഈ ചോട്ടു വെറുതെ കള്ളം പറയുകയാണെന്നാ. എന്നാൽ നീ യഥാർത്ഥത്തിൽ അകപ്പെട്ടു പോയിരുന്നോ? ഇങ്ങനെ പറഞ്ഞു കുരങ്ങൻ ആ വല എങ്ങനെയെങ്കിലും മുറിക്കാൻ നോക്കി. എന്നാൽ അവൻ ആ വല ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ആനയെ വിളിച്ചുകൊണ്ടുവരാം. അവൻ നിന്നെ ഈ വലയിൽ നിന്നും മോചിതനാക്കും. അങ്ങനെ പറഞ്ഞു കുരങ്ങൻ അവിടെ നിന്നും പോയി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വന്നു. അവന്റെ കൂടെ തന്നെ ആനയും മറ്റു ഒരുപാട് മൃഗങ്ങളും വന്നു. ഇത് കണ്ട് ചോട്ടുവും ലംബോയും ഒരുപാട് സന്തോഷിച്ചു. ആന തന്റെ കൂർത്ത കൊമ്പുകൾ വലയ്ക്കുള്ളിലിട്ട് അത് പൊക്കി മാറ്റി. വല ഒരു വശത്തേക്ക് തെറിച്ചുപോയി. ലംബോ ഇപ്പോൾ പകുതി വലയിൽ നിന്നും വെളിയിൽ വന്നു. എന്നാൽ മറുവശത്തുകൂടെ വേട്ടക്കാരൻ വരുന്നത് കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും അവിടെ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. ലംബോ വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട വേട്ടക്കാരൻ ഒരുപാട് സന്തോഷിച്ചു. ചോട്ടു അപ്പോൾ ദൂരെ ഒരിടത്ത് പോയി നിന്നു. അവന്റെ ജീവൻ രക്ഷിക്കൂ എന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. വേട്ടക്കാരൻ അവനെ കാണുന്ന ഒരിടത്ത് പോയി നിന്നു. ഇത് കണ്ട് വേട്ടക്കാരൻ ചിന്തിച്ചു, ഒരെണ്ണം കുടുങ്ങിയിട്ടുണ്ട്. ഒരു മാനും കൂടെ കിട്ടിയാൽ വളരെ നന്നായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് ചോട്ടുവിന്റെ പിന്നാലെ പതുക്കെ പതുക്കെ പോയി. അപ്പോൾ അത് കണ്ട് ആന പതുക്കെ ലംബോയുടെ അടുത്തേക്ക് പോയി. അവൻ ആ വലയിലും തന്റെ കൂർത്ത കൊമ്പുകൾ കുത്തി ആ വലയും പൊക്കിയെടുത്ത് അവനെ ആ വലയിൽ നിന്നും രക്ഷിച്ചു. ലംബോ സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. ചോട്ടു, വേട്ടക്കാരൻ നിന്റെ നേരെ വരുന്നുണ്ട്. നീ ഓടി രക്ഷപ്പെട്ടോ? ഇത് കേട്ടപ്പോൾ ചോട്ടുവിന് മനസ്സിലായി ലംബോ മോചിതനായെന്ന്. അവനപ്പോൾ കാടിന്റെ ഒരു വശത്തേക്ക് ഓടാൻ തുടങ്ങി. വലയിൽ കുടുങ്ങിയ മാനം ഓടുന്നത് വേട്ടക്കാരൻ കണ്ടു. അയാൾ ദേഷ്യത്തിൽ തന്റെ തലമുടി പിടിച്ചു വലിക്കാൻ തുടങ്ങി. ചോട്ടുവും വളരെ വേഗത്തിലോടി എല്ലാവരുടെ അടുത്തേക്കും പോയി. അങ്ങനെ എല്ലാ മൃഗങ്ങളും ഓരോരുത്തരായി ഓരോ വശത്തേക്ക് ഓടി. വേട്ടക്കാരന്റെ കൺമുൻപിൽ തന്നെ അവർ ഓടിപ്പോയി. ഞാൻ വാക്ക് തരുന്നു, ഞാൻ ഇന്നു മുതൽ ആരെയും കള്ളം പറഞ്ഞ് മണ്ടന്മാരാക്കുകയേയില്ല. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. ഇപ്പോൾ ചോട്ടുവിനും അവൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി. ഈ കാട് അതിന്റെ മനോഹാരിത കൊണ്ടും അവിടെയുള്ള മനോഹരമായ മൃഗങ്ങളെ കൊണ്ടും വളരെ ഫേമസ് ആയതായിരുന്നു. ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ മോണ്ടി എന്നൊരു ആനയും ഉണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിശാലിയും ഒരുപാട് ധൈര്യശാലിയുമായിരുന്നു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും ആനയെ പ്രശംസിച്ചിരുന്നു. എന്നാൽ എന്താണെന്നറിയില്ല, ചോട്ടുമാനിന് അത് ഇഷ്ടമേ അല്ലായിരുന്നു.
ഒരു ദിവസം മോണ്ടു ആന എല്ലാ മൃഗങ്ങളുടെയും കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ചോട്ടു പറഞ്ഞു, മോണ്ടുവാനെ, ഞാൻ നിന്റെ അറിവിനെയും ബുദ്ധിയെയും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുക. നീ അതിന് തയ്യാറാണോ? അത് എന്ത് ടെസ്റ്റാണ്? കാടിന്റെ വെസ്റ്റ് ഭാഗത്ത് ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഒരു പ്രേതവുമുണ്ട്. ആരെങ്കിലും രാത്രി സമയത്ത് അവിടേക്ക് പോയാൽ അവരുടെ കയ്യിലുള്ള എല്ലാം അത് കൊള്ളയടിക്കും. ആ ഗുഹയുടെ അടുത്തേക്ക് പോയി നീ അതിനെ തുരത്തിയാൽ നീ ഒരു മിടുക്കനാണെന്ന് ഞാൻ സമ്മതിക്കാം. എല്ലാവർക്കും അറിയാം, മോണ്ടു ആന ഒരു മിടുക്കനാണ്. ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ അവിടേക്ക് ഉറപ്പായും പോകും. എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിനെക്കുറിച്ച് മോണ്ടു ആന ചിന്തിച്ചു. അതിനുശേഷം താറാവിനോട് ഒരു മുട്ട ചോദിച്ചു. ആ ആന മുട്ടയും വാങ്ങി അതിന്റെ പുറത്ത് കിടന്നിരുന്ന ഒരു ബാഗിൽ അത് ഇട്ടു. അതിനുശേഷം അത് കറുത്ത ഗുഹയിലേക്ക് പോയി. മോണ്ടു ആന ഗുഹയുടെ അടുത്തേക്ക് പോയ ഉടനെ ഭയാനകരമായ ചിരിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ആ പ്രേതം അതിന്റെ മുൻപിൽ വന്നു നിന്നു. ആ പ്രേതത്തെ കാണാൻ കുരങ്ങിന്റെ അസ്ഥികൂടം പോലെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതുപോലെയുള്ള സിറ്റുവേഷൻ വേറെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ അവർ പേടിച്ച് മരിച്ചു പോകുമായിരുന്നു. എന്നാൽ മോണ്ടു അങ്ങനെയല്ലായിരുന്നു. പേടിക്കാതെ അത് എതിർത്തു നിന്നു. നിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നിട്ട് പോയിക്കോ. നീയാണോ കറുത്ത ഗുഹയിലെ പ്രേതം? എല്ലു മാത്രമേ ഉള്ളല്ലോ, ശരീരം എവിടെ? ഞാനൊരു പ്രേതമാ. എന്നെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? ഞാനെന്തിനാ നിന്നെ കണ്ടു പേടിക്കുന്നത്? നിന്നെ നേരിടാനാണല്ലോ ഞാൻ വന്നത്. ഞാനിതിൽ ഇപ്പോൾ ഒരുപാട് അപമാനിക്കുന്നു. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കി നിന്നെ ഞാൻ തോൽപ്പിക്കും. ശരി, നീ വഴക്കുണ്ടാക്ക്. എന്നാൽ അതിനു മുൻപ് നീ ഒരു കാര്യം പ്രൂവ് ചെയ്യണം. നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള തകുതിയുണ്ടോന്ന് പറ, എന്ത് ചെയ്യണം? അതിനുശേഷം മോണ്ടു ആന താഴെ കിടന്ന ഒരു വെള്ളാരം കല്ലെടുത്ത് ആ പ്രേതത്തിന്റെ കയ്യിൽ അത് വച്ചു. നിന്റെ എല്ലിൽ ശക്തിയുണ്ടെങ്കിൽ ഈ കല്ല് നിന്റെ കൈയുടെ ഇടയ്ക്ക് വെച്ച് പൊട്ടിച്ചു കാണിക്ക്. ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു വെള്ള ലിക്വിഡും വരും. എന്താ, കല്ലിൽ നിന്നും ലിക്വിഡ് വരുമെന്നോ? അതെ, വരും. ഇത് പൊട്ടിക്കുന്നവർ ശക്തിശാലിയാണെങ്കിൽ ഉറപ്പായും വരും. അത് കേട്ടതും പ്രേതം അതിന്റെ കൈയിന്റെ നടുക്ക് വെച്ച് അത് കല്ലെടുത്ത് വെച്ച് അത് പൊട്ടിക്കാൻ നോക്കി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അത് ചെയ്യാനേ പറ്റിയില്ല. താ, നിന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ആ കല്ലിപ്പോൾ ആന വാങ്ങി. ഇപ്പോൾ നീ ഇത് പൊട്ടിച്ച് കാണിക്ക് നോക്കട്ടെ. എന്നാൽ മോണ്ടു ആന അത് ശ്രദ്ധ തിരിച്ച നേരം ആ കല്ല് വലിച്ചെറിഞ്ഞു. അതിനുശേഷം ബാഗിലുണ്ടായിരുന്ന ആ മുട്ടയെടുത്ത് രണ്ട് കൈയുടെയും ഇടയ്ക്ക് വച്ചു. നീ കണ്ടോ എന്റെ ശക്തി എന്താണെന്ന്? അങ്ങനെ രണ്ട് കൈയുടെയും ഇടയ്ക്ക് വെച്ച് ആ മുട്ട അമർത്തിയതും മുട്ട പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങി. അതിനുശേഷം കുറച്ചു നേരത്തിനുള്ളിൽ ആ മുട്ടയുടെ യോക്കും താഴെ വീണു. ഇത് കണ്ടതും ആ പ്രേതം അത്ഭുതപ്പെട്ട് നിന്നുപോയി. കണ്ടോ നീ എന്റെ ശക്തി? നല്ല കട്ടിയുള്ള കല്ല് എന്റെ ശക്തി കൊണ്ട് ഞാൻ വളരെ നിഷ്പ്രയാസമായി പൊട്ടിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ പ്രേതം ഇപ്പോൾ ഒരുപാട് ടെൻഷനായി. ഇത് ആന ചെയ്തതാണ്, പക്ഷെ എങ്ങനെ ചെയ്തു? ഇപ്പോൾ മനസ്സിലായോ നിനക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള അർഹതയില്ല എന്ന്? ഈ ഗുഹയിൽ നിന്നും നീ മര്യാദയ്ക്ക് പൊയ്ക്കോ. മോണ്ടു, ഈ ഒരു രാത്രി മാത്രം ഞാൻ ഈ ഗുഹയിൽ താമസിച്ചോട്ടെ. വേണമെങ്കിൽ നിങ്ങളും താമസിച്ചോളൂ. നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലൂടെ തന്നെ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോളാം. മോണ്ടു ആന അപ്പോൾ അത് പറഞ്ഞത് കേട്ടു. അവിടെ താമസിക്കാൻ അത് സമ്മതം മൂളി. രാത്രി ഉറങ്ങുന്ന സമയം മോണ്ടുവിനും ഒരു പുതപ്പ് കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു. മോണ്ടു ചേട്ടാ, നിങ്ങൾ ഇത് പുതച്ചിട്ട് ഉറങ്ങിക്കോളൂ. രാത്രി ഇവിടെ നല്ല തണുപ്പായിരിക്കും. മോണ്ടു അതിന്റെ കയ്യിൽ നിന്നും ബെഡ്ഷീറ്റ് വാങ്ങിച്ചു. അതിനുശേഷം പ്രേതവും പുതപ്പ് പുതച്ച് അതിന്റെ കിടക്കയിൽ കിടന്നു. അപ്പോൾ മോണ്ടു ചിന്തിച്ചു, ഇവൻ എന്തിനാ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്? അതുമാത്രമല്ലാതെ പുതയ്ക്കാൻ പുതപ്പും തരുന്നു. ഇതിലെന്തോ കെണിയുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച് ആന കുറച്ച് ഇലകൾ കൊണ്ടുവന്ന് കിടക്കയിലിട്ടു. അതിനുശേഷം പില്ലോയും വച്ചു. അതിനു മുകളിൽ പുതപ്പും വിരിച്ചു. കാണുന്നവർക്ക് ഇപ്പോൾ എങ്ങനെ തോന്നുമെന്നാൽ ആ പുതപ്പിനുള്ളിൽ ഒരു ആന കിടന്നുറങ്ങുന്നത് പോലെയായിരുന്നു. അതിനുശേഷം അത് ഒരു വശത്തേക്ക് പോയി മാറിയിരുന്നു.
കുറച്ചു നേരത്തിനു ശേഷം ആ പ്രേതവും കണ്ണു തുറന്നു നോക്കി. അടുത്തുണ്ടായിരുന്ന ഒരു വലിയ വിറകുമെടുത്ത് വേഗത്തിൽ പോയി മോണ്ടു ആന കിടന്നിരുന്ന കിടക്കയുടെ അടുത്തേക്ക്. ആ പുതപ്പ് പുതച്ചിരുന്നതിന്റെ അകത്തുണ്ടായിരുന്നത് മോണ്ടു ആനയാണെന്ന് കരുതി ആ പ്രേതം കയ്യിലുണ്ടായിരുന്ന വലിയ വടികൊണ്ട് ഭട്ടേന്നടിച്ചു. ആനയും അവിടെ ശാന്തമായിരുന്നു ഇത് കണ്ടു. ഓഹോ, ഇവൻ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ കൊല്ലാൻ നോക്കിയതാണോ? അയ്യോ, ഇത്രയും ബലമായിട്ട് അടിച്ചിട്ടും ഇവൻ അനങ്ങുന്ന പോലുമില്ലല്ലോ. മയങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ ആ പ്രേതം ഒരുപാട് തവണ അത് വീണ്ടും വീണ്ടും അടിച്ചു. ഓഹോ, ചത്തെന്ന് തോന്നുന്നു. നേരം വെളുക്കട്ടെ, ഇവനെ വെളിയിൽ കളയാം. പിന്നെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാം. അതിനുശേഷം അത് കിടക്കയിൽ പോയി കിടന്നു. അതിനുശേഷം മോണ്ടുവും അതിന്റെ കിടക്കയുടെ അടുത്തേക്ക് പോയി അവിടെയുണ്ടായിരുന്ന ഇലകളെല്ലാം ഊതിക്കളഞ്ഞ് പുതപ്പും പുതച്ച് കിടന്നുറങ്ങി. രാവിലെ ആ പ്രേതം എഴുന്നേറ്റ ഉടനെ അത് നേരെ മോണ്ടു കിടന്നിരുന്ന സ്ഥലത്തേക്ക് അത് പോയി. പുതപ്പെടുത്ത് ഒന്ന് പൊക്കി നോക്കാമെന്ന് കരുതിയപ്പോൾ മോണ്ടു തന്നെത്താനെ എഴുന്നേറ്റു. മോണ്ടു, നിങ്ങൾക്ക് സുഖമല്ലേ? നന്നായിട്ട് ഉറങ്ങിയില്ലേ? ആ, നന്നായിട്ട് ഉറങ്ങി. എന്നാൽ എന്നെ ഒരു എലി ശല്യം ചെയ്തു. എന്താ? ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മുഖത്തേക്ക് ഒരു എലി വന്ന് അതുവഴിയും ഇതുവഴിയും ഓടുന്നത് പോലെ തോന്നി. നീ പുതപ്പ് തന്നിരുന്നില്ലേ, അത് കാരണം എനിക്ക് അത് മാറ്റി നോക്കാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ നന്നായി ഉറങ്ങി കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രേതത്തിന് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് പേടിച്ച് അവിടെ നിന്നും നെട്ടോട്ടം ഓടി. അതിനുശേഷം മോണ്ടു ആന പോയി നോക്കിയപ്പോൾ ആ കാട്ടിലുള്ള മൃഗങ്ങളുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ച എല്ലാ സ്വർണവും ആ ഗുഹയിൽ ഉണ്ടായിരുന്നു. മോണ്ടു ആന അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് കാട്ടിൽ പോയി എല്ലാ സ്വർണവും എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ചോട്ടുമാലിനും ഇതെല്ലാം കണ്ടപ്പോൾ ഒരുപാട് ദേഷ്യം വന്നു. എന്നാൽ ഇപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ മോണ്ടു ആന എപ്പോഴത്തെയും പോലെ അല്ലാതെ ഇപ്പോൾ ഫേമസ് ആയി. എല്ലാവരും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായി പ്രശംസിച്ചു.